രാത്രികാലങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ നാം എല്ലാവരും നേരിട്ടിട്ടുള്ള ഒരു പ്രധാന പ്രശ്നമാണ് റോഡ് വിസിബിലിറ്റി അല്ലേ? എതിരെ വരുന്ന വാഹനത്തിൻ്റെ ഹെഡ്ലാമ്പിന് ഇതിൽ ഒരു പരിധിവരെ പങ്കുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹെഡ്ലാമ്പ് നിങ്ങൾ അവസാനമായി മാറ്റിയത് എന്നാണെന്ന് ഓർക്കുന്നുണ്ടോ? പലരുടെയും ഉത്തരം വാഹനം മേടിച്ചതിന് ശേഷം ഇതുവരെ മാറ്റിയിട്ടില്ല എന്നതായിരിക്കും. മാറ്റിയവരാകട്ടെ ഒരുപാട് വർഷം മുൻപായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. സാധാരണ സർവീസ് സമയങ്ങളിലൊന്നും ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ വയ്ക്കാറില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും ഇന്ന് എൻ്റെ ബൈക്കിൻ്റെ ഹെഡ്ലാമ്പ് ഞാൻ സ്വന്തമായി റീപ്ലേസ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നും ഇതിൻ്റെ അവസാന റിസൾട്ട് എന്താകുമെന്നും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. YAMAHA FZ16 ആണ് എൻ്റെ ബൈക്ക്. ഇതിൻ്റെ ഈ ഒരു ഹെഡ്ലാമ്പാണ് ഇന്ന് നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത്. 150 രൂപയാണ് ഈ ഒരു പുതിയ ഹാലജൻ ബൾബിൻ്റെ വില. അടുത്തുള്ള ഓട്ടോമൊബൈൽ ഷോപ്സിലെല്ലാം ഈ ഒരു ബൾബ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എന്തായാലും ഈ ബൾബ് ഈ ഒരു ഹെഡ്ലൈറ്റ് ഊരി നമുക്ക് ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യണം. അതിനായിട്ട് ആദ്യം തന്നെ ഈ സൈഡിലുള്ള 2 സ്ക്രൂകൾ അഴിച്ചു മാറ്റണം. അതുപോലെ അപ്പുറത്തുള്ള ഈ 2 സ്ക്രൂകളും നമുക്ക് അഴിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഇങ്ങനെ ഒരു LN കീ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഭാഗം നമ്മൾ അഴിച്ചെടുത്തു. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ബോൾട്ട് കാണാം. ഇതാണ് ആക്ച്വലി ഹെഡ്ലൈറ്റ് ഉറപ്പിച്ചിട്ടുള്ള ബോൾട്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബോൾട്ടും ഉണ്ട്. ഈ 2 ബോൾട്ടും നമുക്ക് അഴിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലെ 2 സ്ക്രൂ കൂടെ ഊരിയെടുക്കാം. അങ്ങനെ ഈ ഒരു ഭാഗം നമ്മൾ അഴിച്ചെടുത്തു. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ബോൾട്ട് കാണാം. ഇതും അതുപോലെ തന്നെ അപ്പുറത്തെ വശത്തുള്ള ഈ ഒരു ബോൾട്ടും അതിന് താഴെയുള്ള ഈ ഒരു ബോൾട്ടും നമുക്ക് ഊരിയെടുക്കണം. എന്നാലാണ് ഹെഡ്ലൈറ്റ് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 10-11 റിംഗ് സ്പാനറാണ് എടുത്തിട്ടുള്ളത്. ഈ റിംഗ് സ്പാനർ ഉപയോഗിച്ച് നമുക്ക് ഈ 3 ബോൾട്ടും ഊരിയെടുക്കാം. അപ്പോൾ ഒരെണ്ണം ഊരി പോന്നു. ഇനി അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതും ഊരിയെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ബോൾട്ട് ഊരി പോന്നു. ഇനി അപ്പുറത്ത് താഴെയായിട്ടുള്ള 3ാമത്തെ ബോൾട്ടായ ഇതും കൂടെ ഊരിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റ് ഊരിപ്പോരും. അപ്പോൾ അവസാനത്തെ ബോൾട്ടും അങ്ങനെ ഊരിപ്പോന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ ഹെഡ്ലൈറ്റ് പിടിച്ച് ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഊരിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ പുറകിലുള്ള വയറുകളൊന്നും പൊട്ടാതെ ഊരിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു ഭാഗമാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ പുറകിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി ഈ ഒരു പ്ലഗ് നമുക്ക് വലിച്ച് ഊരിയെടുക്കണം. അതിനുശേഷം ഈ ഒരു റബ്ബറിൻ്റെ ഭാഗം ഇതുപോലെ ഊരിയെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്ലാമ്പിൻ്റെ ബൾബ് വരുന്നത്. ഇനി ഈ ഒരു സ്ക്രൂ ഊരിയെടുത്താലാണ് ഈ ബൾബ് നമുക്ക് പുറത്തെടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഞാനിവിടെ ഊരിയെടുത്തു. ഇനി നമുക്ക് ഈ ബൾബ് എടുക്കാനായിട്ട് സാധിക്കും. കണ്ടോ? അപ്പോൾ ഈ ഒരു ബൾബാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പഴയത് ഞാനിവിടെ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് പുതിയത് എടുക്കാം. ഇതാണ് നമ്മൾ മേടിച്ച പുതിയ ഹെഡ്ലാമ്പ്. അപ്പോൾ ഇത് കവർ പൊട്ടിച്ച് ഇതിനകത്തുനിന്ന് പുറത്തേക്ക് എടുക്കുക. ഒരേപോലെ ഇരിക്കും, ഒരു വ്യത്യാസം കാണില്ല. പക്ഷേ പ്രകാശത്തിൽ മാത്രം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ മുമ്പത്തെ ബൾബ് ഊരിയെടുത്തപ്പോൾ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ഈ ബൾബ് അകത്തേക്ക് വെക്കുക. ഈ ബൾബിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന 3 ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് സ്യൂട്ടാവുന്ന രീതിയിൽ ഇതിലേക്ക് ഇറക്കി വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഊരിയെടുത്ത ഈ ഒരു ചെറിയ കമ്പി കഷ്ണം അതിൻ്റെ പുറകിൽ നമുക്ക് ഇതുപോലെ വെച്ച് സ്ക്രൂ ചെയ്ത് വെക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾബ് പുറകിലേക്ക് തള്ളി പോരാതിരിക്കാൻ വേണ്ടിയാണിത്. അതിനുശേഷം നേരത്തെ ഊരിയെടുത്ത് മാറ്റി വെച്ച ആ റബ്ബറിൻ്റെ ഭാഗം കൂടെ ഇതിനകത്ത് വെച്ച് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. മഴവെള്ളവും മറ്റും നമ്മുടെ ഹെഡ്ലാമ്പിൻ്റെ പുറകിലൂടെ അകത്തേക്ക് കയറി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഭാഗം. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബൾബിലേക്ക് ഈ ഒരു പ്ലഗ് കണക്ട് ചെയ്യാം. ഇതിന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത്രയുള്ള പരിപാടി. ഇനി നമുക്ക് ഈ ഒരു ഹെഡ്ലൈറ്റ് വണ്ടിയിലേക്ക് കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് വെച്ച് നേരത്തെ നമ്മൾ ഊരിയെടുത്ത 3 ബോൾട്ട് വീണ്ടും ഇട്ട് ടൈറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ.
ആക്ച്വലി ഈ ഒരു മൂന്നാമത്തെ ബോൾട്ടാണ് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ആംഗിള് നിർണ്ണയിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. അതായത് ഈ ഹെഡ് ലാമ്പിൽ നിന്നുള്ള പ്രകാശം എത്രമാത്രം മുകളിലേക്കാണ് അല്ലെങ്കിൽ എത്രമാത്രം താഴേക്കാണ് പതിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ക്രമീകരണം ചെയ്യുന്നത് ഈ ഒരു മൂന്നാമത്തെ ബോൾട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഈ നമുക്ക് വേണ്ട ഉയരം ക്രമീകരിച്ചതിന് ശേഷം വേണം ഈ മൂന്നാമത്തെ ബോൾട്ട് ഫുൾ ടൈറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഈ രണ്ട് ഭാഗങ്ങളും നമുക്ക് അടച്ച് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്യുന്ന വർക്ക്. ഇനി നമുക്ക് വണ്ടി ഓൺ ചെയ്ത് ഈ ഹെഡ്ലൈറ്റ് കത്തുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പ്രകാശം എങ്ങനെയുണ്ടെന്ന് നമുക്ക് രാത്രി നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അറിവിലേക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.